മതി, ഇനി നിർത്തിക്കോ നിന്റെ ചിരി. എടാ കോമാളി, നിന്നെ വിട്ട് ഞാനിന്ന് പോവാ എൻ്റെ നാട്ടിലേക്ക്. എടാ 10-30 വർഷമായി നിന്നെയും പേര് ഞാനീ നടക്കുന്നു. എല്ലാവരുടെയും കോമാളി ലൂയി ലൂയി എന്നുള്ള വിളി കേട്ട് മടുത്തടാ ഞാൻ. അതേ, ഇന്നെൻ്റെ മോൻ ജോസൂട്ടി എന്നെ വിളിക്കാൻ വന്നു. നീ എന്താ കരുതിയേ എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരില്ലാന്നോ? ഞാൻ പോവാടാ ജോസൂട്ടിയുടെ കൂടെ. അവൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണേ. പക്ഷേ എൻ്റെ മേരിക്കുട്ടി, അവൾ ഇതൊന്നും കാണാനില്ലല്ലോ എന്നുള്ള സങ്കടമുള്ളൂ. അവളുടെ വലിയൊരാഗ്രഹ ഇന്ന് സഫലമാവാൻ പോകുന്നത്. 10-30 വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതത്തിൽ ആകെ എണ്ണപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് പാവ എൻ്റെ മേരിക്കുട്ടിയുടെ കൂടെ ഞാൻ ജീവിച്ചത്. മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതം അങ്ങോട്ട് മറന്നു. സാരല്ല, സങ്കടമില്ല. എന്നാലും എൻ്റെ ജോസൂട്ടി വലിയ സ്ഥാനത്തെത്തിയല്ലോ, അത് മതി. മിണ്ടാണ്ട് നിൽക്കട കാടൻ പൂച്ചേ. നിന്നെ എൻ്റെ ജോസൂട്ടിയുടെ മൂത്ത മോന് കൊടുക്കും, നിന്നെ അവൻ്റെ കുഞ്ഞാറ്റയ്ക്ക്. ഇത് ചെറിയവള് പീക്കിരി വാവച്ചിക്ക്. ഇതെന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും. ലൂയിസ് പോട്ടടാ, ചിരിക്കുക കഴുത. Cheers! ഒരു പെക്കൂടെ വേവ് ഒഴിച്ചേ. നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാൻ അപ്പനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ടെ ഇപ്പൊ വരാം. ആളിപ്പോ വരും. ആര്, തൻ്റെ അപ്പനോ ലൂയിസ് ഏട്ടനോ? എന്റെ അപ്പനല്ലാതെ പിന്നെ ആരുടെ അപ്പനാണ്? എടാ ജോസൂട്ടി, ഇത് വല്ലാത്തൊരു സസ്പെൻസ് ആയി പോലടാ. തനിക്കിത് എന്ത് പറ്റി? അപ്പനെ തിരിഞ്ഞോക്കാത്ത ആളായിരുന്നല്ലോ നീ. ലൂയിസായിട്ട് സംഭവിച്ചടാ നാട്ടിൽ പോവാൻ? അപ്പന് സമ്മതക്കുറവൊന്നുമില്ല നാട്ടിൽ പോവാൻ. നന്നായടാ മോനെ ജോസൂട്ടിയെ. എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എൻ്റെ ജോസൂട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലേ ഞാൻ നാട്ടിൽ പോകുന്നുള്ള ഒറ്റ പിടിവാശിയിലായിരുന്നു ലൂയിസ്. തൻ്റെ അമ്മച്ചി മരിച്ച് പിന്നെ അപ്പൻ്റെ മനസ്സ് വല്ലാതെ തളർന്നിരിക്കുക. ജോസൂട്ടിയെ, നിന്റെ ഭാര്യയെ വിളിച്ച് പറയണം അവന് ചികിത്സ എന്തെങ്കിലും വേണമെങ്കിൽ ഏർപ്പാടാക്കാൻ. എല്ലാം ഞാൻ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൻ അവിടെ ചെന്ന് ഇറങ്ങി കൊടുത്താൽ മതി. അപ്പനെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ ആളും ഒരു AC കോച്ച് വാനും അവിടെ കിടപ്പുണ്ടാവും. നമ്മുടെ തെക്കുംപാട്ടെ വൃത്തസദനത്തിന്റെ നമ്മുടെ കണിമംഗലം മുരളിയാണ് അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗം. അവൻ കഴിഞ്ഞ മാസം ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ തെക്കുംപാട്ടെ വൃത്തസദനവുമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് വേണ്ടി തന്നെ. അപ്പൊ അവന്റെ ചാരിറ്റി ഫണ്ടിലേക്ക് ഒരു 3 ലക്ഷം രൂപയും എൻ്റെ അപ്പനെ ഞാൻ കൊടുത്തു. ഞാൻ ഇതിപ്പോ പുതിയ കാര്യമൊന്നും അല്ലെന്നേ. നമ്മുടെ ഈ മുരളിയുടെ അച്ഛനും അവിടെ തന്നെ എത്രേ. പിന്നെ വലിയ വലിയ പണച്ചാക്കുകളുടെ അപ്പനമ്മമാരാണെന്നേ അവിടെ അധികവും. അവിടെ പോയി കിടക്കട്ടെ. അല്ലാതെ ഇവിടെ കിടന്ന് ഈ കോമാളി വേഷമൊക്കെ കെട്ടി മനുഷ്യന്റെ പേര് കളയാൻ. എന്റെ ഈ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച തൊഴിലാണോ ഇവിടെ അപ്പൻ ചെയ്യുന്നത്?
മതി ഇവിടെ കിടന്ന് തെണ്ടിയത്. ഇനിയുള്ള കാലം അവിടെ കഴിയട്ടെ. നല്ല ഡോക്ടർമാരുടെ സേവനവും സുഖമായ താമസവും ഭക്ഷണവും, മൊത്തത്തിൽ പറഞ്ഞാൽ പരമസുഖമാണ് അവിടെ. അപ്പൊ അത് ശരി, താൻ ആ പാവത്തെ വീടിന്റെ പടി പോലും ചവിട്ടിക്കാതെ നേരെ വൃദ്ധസദനത്തിലേക്ക് ആ പാഴ്സൽ ചെയ്യുന്നതല്ലേ? ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല മോനെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാന്നേ? വൈഫിനാണെ മക്കളെ നോക്കണം, ജോലിക്കും പോണം. അതിനിടയിൽ ഈ അപ്പനെ നോക്കാൻ എവിടാണ് നേരം? മോനെ ജോസൂട്ടിയെ, നിന്റെ ഉള്ളിലെ സ്നേഹം കൈവിട്ട് പോയിരിക്കുന്നടാ. അതാഗ്രഹിച്ച ഞാനാടാ കോമാളി. നമ്മുടെ തെക്കുംപാട്ടെ വൃദ്ധസദനത്തിന്റെ 3 ലക്ഷം ഇവിടെ പോയി കിടക്കട്ടെ. എന്റെ അപ്പനെ ഞാൻ കൊടുത്തു. Ha 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 ha!